ഭീകരവാദം മാനവരാശിക്ക് ഭീഷണിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഷാങ്ഹായ് സഹകരണ സമ്മേളനത്തിലാണ് ഭീകരവാദത്തിനെതിരായ കർശന നിലപാട് പ്രധാനമന്ത്രി ആവർത്തിച്ചത്. कितनी ही माताओं ने अपने बच्चे खोए और कितने बच्चे अनाथ हुए। हाल ही में हमने पहलगाम में टेररिज्म का बहुत ही घिनौना रूप देखा। इस दुख की घड़ी में जो मित्र देश हमारे साथ खड़े रहे, मैं उनका आभार। എല്ലാ രാജ്യങ്ങളും ഭീകരവാദത്തിനെതിരെ ഒറ്റക്കെട്ടായി പോരാടണമെന്ന് SCO ഉച്ചകോടിയിൽ ആവർത്തിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യ ഭീകരവാദത്തിന്റെ ഇരയാണെന്ന് പഹൽഗാം ഭീകരാക്രമണം പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക സമാധാനത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി തീവ്രവാദം തുടരുന്നുവെന്ന് പറഞ്ഞ അദ്ദേഹം അതിർത്തി കടന്നുള്ള ഭീകരത, വിഘടനവാദം, തീവ്രവാദം എന്നിവയോട് ഒരു വിട്ടുവീഴ്ചയും പാടില്ലെന്നും ആഹ്വാനം ചെയ്തു. ഭീകരവാദത്തിനെതിരെ ഇരട്ടത്താപ്പ് അനുവദിക്കില്ലെന്ന് SCO ഉറച്ച നിലപാടെടുക്കണം. കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് SCOയിലെ വികസനം സന്തോഷകരമാണെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സംഘടിത കുറ്റകൃത്യങ്ങൾ, മയക്കുമരുന്ന് കടത്തൽ, സൈബർ സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ പ്രതിരോധം തീർക്കുന്നതിനായി 4 പുതിയ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനെ അദ്ദേഹം പ്രശംസിച്ചു. ഇറാനിലെ ചബഹാർ തുറമുഖം വ്യാപാര ബന്ധത്തിൽ നിർണായകമാകുമെന്നും പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടി. പരിവർത്തനത്തിന്റെ പാതയിൽ ഇന്ത്യ മുന്നോട്ട് കുതിക്കുകയാണെന്നും വികസന പാതയിൽ ഇന്ത്യയ്ക്കൊപ്പം ചേരാൻ രാഷ്ട്രങ്ങളെ സ്വാഗതം ചെയ്യുന്നതായും പ്രധാനമന്ത്രി പറഞ്ഞു. SCO സമ്മേളനത്തിന് ആതിഥേയത്വം വഹിക്കുന്ന ചൈനയ്ക്കും പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനും പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.